എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ഷോർട്ട് മാനിഫെസ്റ്റേഷൻ വീഡിയോ കേട്ടോ. അതായത് 11/11 പോർട്ടൽ വരാൻ പോവാണ്. എല്ലാവർക്കും അറിയാലോ, നവംബർ 11-ന് 11/11 പോർട്ടൽ ഓപ്പൺ ആവും. വെരി പവർഫുൾ പോർട്ടൽ. നിങ്ങൾക്ക് തന്നെ അറിയാം 11/11-ൻ്റെ 11/11 എന്തിനാണ് ഉള്ളത്? വിഷ് ഫുൾഫിൽമെൻ്റ്, ഒരു ന്യൂ ബിഗിനിങ്, അങ്ങനെയൊക്കെ അല്ലേ. അതൊരു വെരി സ്ട്രോങ് പോർട്ടലാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ മാനിഫെസ്റ്റേഷൻസ് ഫലിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഞാൻ ഷോർട്സ് ആയിട്ട് എടുക്കാൻ നോക്കിയിട്ട് ടൈം മതിയാവുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചേ. അപ്പം ഞാൻ പറഞ്ഞു തരാം എന്താണ് ചെയ്യേണ്ടതെന്ന്. 11th നവംബറിന് ചെയ്യുക. 11 AM ശേഷം ഇത് ചെയ്യുന്നതായിരിക്കും നല്ല. 11 AM ചെയ്താലും കുഴപ്പമില്ല. അതിനുശേഷം അന്നത്തെ ദിവസം മുഴുവൻ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, പറയുന്ന പോലെ ചെയ്താൽ മതി. ഓക്കെ, ചെയ്യാം നമുക്ക്. ഇപ്പം ഞാൻ പറഞ്ഞു തരാം ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന്. ഒരു പേപ്പർ എടുക്കുക. ബ്ലാങ്ക് പേപ്പർ ആയിരിക്കണം, വേറെ ഇട്ടതൊന്നും ആവരുത്. ഒരു ചെറിയ പേപ്പർ മതി കേട്ടോ. അതിനകത്ത് നിങ്ങൾ ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ റെഡ് കളർ പെൻ, ചുവന്ന കളർ പേന ഉപയോഗിക്കുക. അതല്ല, നിങ്ങൾക്ക് മണി റിലേറ്റഡ്, ജോബ് റിലേറ്റഡ്, പൈസ റിലേറ്റഡ്, ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ പച്ച കളർ പെൻ ഉപയോഗിക്കുക, ഗ്രീൻ കളർ പെൻ ഉപയോഗിക്കുക. മറ്റു വേറെ എന്തെങ്കിലും ജനറൽ ആയിട്ടുള്ള വിഷസ് ആണെങ്കിൽ ബ്ലൂ കളർ പെൻ ഉപയോഗിക്കുക, ബ്ലാക്ക് ഉപയോഗിക്കരുത്. ഓക്കെ, അതുമാത്രം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു ബ്ലാങ്ക് പേപ്പർ എടുക്കുക. പേപ്പറിൽ ഏറ്റവും മുകളിലായിട്ട് 11/11 എന്ന് എഴുതുക. ഓക്കെ, എഴുതിയതിന് ശേഷം 3 പ്രാവശ്യം അണ്ടർലൈൻ ചെയ്യുക. അതിൻ്റെ താഴെ നിങ്ങളുടെ പേരെഴുതുക. മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഏത് ഭാഷയിൽ വേണം നിങ്ങൾക്ക് എഴുതാം കേട്ടോ. നിങ്ങളുടെ പേര് എഴുതിയതിന് ശേഷം നിങ്ങളുടെ വിഷ് എഴുതുക. 11 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക ആ വിഷ് കേട്ടോ. ചിലർ 11 വിഷ് നിങ്ങൾക്ക് എഴുതാമെന്നും പറയാറുണ്ട്. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒറ്റ വിഷ് 11 പ്രാവശ്യം എഴുതിയാൽ അത് മാനിഫെസ്റ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. നിങ്ങൾ 11 വിഷായിട്ട് യൂണിവേഴ്സിനെ കൊടുത്തിട്ട് യൂണിവേഴ്സിനെ കൺഫ്യൂസ് ചെയ്യുന്നതിലും ഭേദം നിങ്ങൾക്ക് ഒറ്റ വിഷ് 11 പ്രാവശ്യം എഴുതുക. ഓക്കെ, അങ്ങനെ 11 പ്രാവശ്യം നിങ്ങളുടെ ഏറ്റവും പ്രബലമായിട്ടുള്ള വിഷ് എടുത്ത് എഴുതുക. ഓക്കെ, അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് എങ്ങനെയാണ് വിഷ് എഴുതേണ്ടത്? ഒറ്റ വരിയിൽ എഴുതുക. ഓക്കെ, ഭയങ്കര നീളത്തിൽ എഴുതുകയൊന്നും അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് എൻ്റെ അടുത്തേക്ക് വരണം, അങ്ങനെയല്ല. കഴിയുന്നതും ഷോർട്ടായിട്ട് ചെറുതായിട്ട് എഴുതുക. ഓക്കെ, ഒറ്റ വരിയിൽ എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ എഴുതുക. ഓക്കെ, അതായത് ഇന്ന പേഴ്സൺ ഞാനുമായി റീയൂണിയൻ സാധിച്ചതിന് നന്ദി, ഇന്ന ജോലി എനിക്ക് കിട്ടിയതിന് നന്ദി, ഇൻ്റർവ്യൂ എനിക്ക് വന്നതിന് നന്ദി, അങ്ങനെ. പൈസ ഇത്ര, എൻ്റെ കടങ്ങൾ തീർത്തതിന് നന്ദി, അങ്ങനെ എഴുതുക. അതായത് ഓൾറെഡി നടന്ന് തീർന്ന രീതിയിൽ വേണം നിങ്ങൾ വിഷ് എഴുതാൻ. ഏറ്റവും ഷോർട്ടായിട്ട് എഴുതുക. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് പറഞ്ഞ് തന്നെ എഴുതുക കേട്ടോ. ഷോർട്ടായിട്ട് എഴുതാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ യൂണിവേഴ്സിന് കൺഫ്യൂഷൻ വരും കേട്ടോ. ഒരുപാട് ലോങ് ആയിട്ടൊന്നും എഴുതാൻ പാടില്ല. അങ്ങനെ അത് ചെയ്തതിന് ശേഷം പേപ്പറിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഇൻഫിനിറ്റിയുടെ സിമ്പിൾ വരയ്ക്കുക. 8 തിരിച്ചിടുന്നതാണ് ഇൻഫിനിറ്റിയുടെ സിമ്പിൾ. ഓക്കെ, എന്നിട്ട് ഈ 2 സർക്കിൾ ഉണ്ടല്ലോ ഇൻഫിനിറ്റിയുടെ, അതിനകത്ത് 11 എന്ന് എഴുതുക. ഒരു സൈഡിൽ ഒരു 11, മറ്റേ സൈഡിൽ മറ്റൊരു 11. ഓക്കെ, അതിനുശേഷം ഈ 4 കോർണേഴ്സിലും മുകളിൽ ഈ 4 കോർണർ ഉണ്ടല്ലോ, അവിടെ ഒരു നമ്പർ എഴുതണം. 11, 11, 67, 692. ഇന്ന ഓർഡറിൽ എഴുതണമെന്നൊന്നുമില്ല, നിങ്ങളുടെ സൗകര്യം പോലെ. 11, 67, 692. താഴെ വീണ്ടും 11, 67, 692. 11, 67, 692. മനസ്സിലായല്ലോ? നമ്പർ ഞാൻ സ്ക്രീനിൽ വേറെയും കൊടുത്തേക്കാം കേട്ടോ. എഴുതിയതിന് ശേഷം ഈ ഇൻഫിനിറ്റിയുടെ താഴെ താങ്ക് യു ഡിവൈൻ, താങ്ക് യു യൂണിവേഴ്സ്.
എന്നെഴുതുക. ഓക്കെ, ഇപ്പം എന്താ നമ്മൾ ചെയ്ത് ബ്ലാങ്ക് പേപ്പർ എടുത്തു. നിങ്ങളുടെ വിഷ് അനുസരിച്ച് റിലേഷൻഷിപ്പാണ് റെഡ് പേന, മണി റിലേറ്റഡ് ജോബ് റിലേറ്റഡ് ആണെങ്കിൽ ഗ്രീൻ പേന, അതർ വിഷസ് ആണെങ്കിൽ ബ്ലൂ പേന എടുത്തതിന് ശേഷം ഏറ്റവും മുകളിൽ 11 എന്ന് എഴുതി 3 പ്രാവശ്യം അണ്ടർലൈൻ ചെയ്തു. അതിൻ്റെ തൊട്ട് താഴെ നിങ്ങളുടെ പേരെഴുതി. നിങ്ങളുടെ ഒരു ഒറ്റ വിഷ് 11 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് എഴുതി. അത് ഒറ്റ വരിയിൽ ഷോർട്ടായിട്ട് എഴുതി. ഏറ്റവും പേജിൻ്റെ താഴെയായിട്ട് ഇൻഫിനിറ്റിയുടെ സിമ്പിൾ വരച്ചു. ആ 2 സർക്കിളിൻ്റെ അകത്ത് 11 എന്ന് എഴുതി. അതിനുശേഷം 4 കോർണറിലും 11, 67, 692 എന്നുള്ള നമ്പർ എഴുതി. ഓക്കെ, അതിനുശേഷം താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഡിവൈൻ എന്ന് എഴുതി. അതിനുശേഷം എന്ത് ചെയ്യണം? ഈ പേപ്പറിനെ 11 പ്രാവശ്യം നിങ്ങളുടെ നേരെ മടക്കണം. ഇങ്ങനെ നിങ്ങളെ ഫേസ് ചെയ്തിട്ട് 11 പ്രാവശ്യം. 1, 2, 3, 4, 5, 6, 7, 8, 9 ഇങ്ങനെയും മടക്കാം. 10, 11. ഓക്കെ, എങ്ങനെ വേണമെങ്കിൽ മടക്കാം, നിങ്ങളുടെ നേരെ ആയിരിക്കണം എന്ന് മാത്രം. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു എൻവലപ്പ് എടുക്കുക, ഒരു കവറ്, പേപ്പർ കവറില്ലേ, പേപ്പർ നമ്മൾ ലെറ്ററൊക്കെ ഇടുന്ന എൻവലപ്പ്, അതിനകത്ത് ഇത് അങ്ങ് നിക്ഷേപിച്ചിട്ട് സിന്നമൺ പൗഡർ, പട്ട പൊടിച്ചത്, അത് കുറേ ഒരു 3 പിഞ്ച് അതിൻ്റെ മേലേക്ക് വിതറുന്ന സമയത്ത് താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. ഓക്കെ, നിങ്ങളുടെ വിഷ് മനസ്സിൽ ഒരു പ്രാവശ്യം കൊണ്ടുവരിക കേട്ടോ. എന്നിട്ട് അതങ്ങ് വെച്ചിരിക്കുക. കുറച്ച് നേരം വെച്ചേക്കുക. ഒരു ലെറ്റസ് ഹാഫ് ഡേ വെച്ചേക്കുക. രാവിലെയാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ വൈകിട്ട് വരെയും വയ്ക്കുക. വെച്ചിട്ട് വൈകിട്ട് ആകുമ്പോഴത്തേക്കും ഇന്ന സമയമൊന്നുമില്ല, നിങ്ങൾക്ക് ഒരു 2-3 മണിക്കൂറെങ്കിലും വെച്ചേക്കുക. അതിനുശേഷം ഇത് ഈ എൻവലപ്പോട് കൂടി അങ്ങ് ബേൺ ചെയ്യുക. ഓക്കെ, ബേൺ ചെയ്തിട്ട് ആഷസ് നമ്മൾ യൂഷ്വലി ചെയ്യും പോലെ ഒന്നിൽ ചെടിച്ചട്ടിയൊക്കെ ഉണ്ട് അവിടെ നിക്ഷേപിക്കാം, മരങ്ങളുടെ താഴെ നിക്ഷേപിക്കുക, അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത ഒരു കോർണറിൽ പോയിട്ട് ബ്ലോ ചെയ്ത് കളയുക കേട്ടോ. യൂണിവേഴ്സിന് താങ്ക്സ് പറഞ്ഞിട്ട്. ഇത് വളരെ എഫക്റ്റീവായിട്ടൊരു മാനിഫെസ്റ്റേഷൻ ടെക്നീക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. 1111 ഈസ് എ വെരി പവർഫുൾ പോർട്ടൽ. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാം, വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ ഒരു പോർട്ടലാണത്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ.